പുതുവർഷപ്പിറവിയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് വിലക്കയറ്റത്തിന്റെ ദിനങ്ങൾ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച എക്സൈസ് നികുതി ഇളവിന്റെ കാലപരിധി അവസാനിക്കുന്നതാണ് കാരണം. കാറുകളുടെയും ടിവി, ഫ്രിഡ്ജ് എന്നിവയുടെയും വില നാളെ മുതൽ കൂടും. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച എക്സൈസ് നികുതി ഇളവിന്റെ കാലപരിധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. ഇടക്കാല ബജറ്റിൽ 6 മാസത്തേക്ക് പ്രഖ്യാപിച്ച നികുതി ഇളവ് മോദി സർക്കാർ വർഷാവസാനം വരെ നീട്ടിയിരുന്നു. എന്നാൽ നികുതി ഇളവ് തുടരാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇതുവഴി സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ 1000 കോടിക്ക് മേൽ വരുമാന വർധനയാണ് ലക്ഷ്യമിടുന്നത്. ഇളവ് അവസാനിക്കുന്നതോടെ നികുതിയിലെ വർധനവ് ഏതാണ്ട് ഇപ്രകാരമായിരിക്കും. ചെറിയ കാറുകൾ, ബൈക്കുകൾ, വാണിജ്യ വാഹനങ്ങൾ എന്നിവയുടെ നികുതി നിരക്ക് 8 നിന്ന് 12%. വലിയ കാറുകൾക്ക് 24 നിന്ന് 27%, ഇടത്തരം കാറുകൾക്ക് 4 നിന്ന് 24%, SUVകൾക്ക് 24 നിന്ന് 30% വർധനവുണ്ടാകും. അതായത് വിവിധ മോഡലുകൾ അനുസരിച്ച് ചെറുകാറുകൾക്ക് 10,000 മുതൽ SUVകൾക്ക് 5 ലക്ഷം വരെ വില ഉയരും. ബൈക്കുകൾക്ക് 1,500 രൂപ മുതൽ 16,000 രൂപ വരെ വർദ്ധിക്കും. ഇടത്തരം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC എന്നിവയ്ക്ക് ഏതാണ്ട് 500 രൂപ മുതൽ 2,500 രൂപ വരെ വർദ്ധിക്കും. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അഥവാ GDPയുടെ 4.1%-ആയി ധനക്കമ്മി കുറച്ചുകൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്ക് നികുതി പരിഷ്കരണം ആക്കം പകരുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. റിപ്പോർട്ടർ, ദില്ലി.